ദുബായിലെ ആശുപത്രിയിൽ ചികിത്സാ ചിലവ് 2 കോടിയാണ്. ഇത് കണ്ട പ്രവാസിയുടെ കണ്ണു തള്ളി. കേട്ടവർ നമ്പരുന്നു. കാരണം ഇതാണ്. 1.5 വർഷത്തിലേറെയായി ദുബായ് ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് എളമ്പച്ചി VP സലാഹുദ്ദീനെ കഴിഞ്ഞ ദിവസം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് നാട്ടിലെത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ നോർക്കയുടെ സൗജന്യ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതേസമയം തുടർ ചികിത്സയ്ക്ക് വിഷമിക്കുകയാണ് സാമ്പത്തിക പരാധീനതയുള്ള കുടുംബം. ഏതാണ്ട് 2 കോടിയോളം രൂപ, അതായത് 10 ലക്ഷം ദിർഹം ആശുപത്രി ചിലവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ദുബായ് ഹോസ്പിറ്റൽ അധികൃതർ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് മടക്കയാത്ര സാധ്യമായത്. മെഡിക്കൽ സംഘത്തോടും സഹായിയോടുമൊപ്പം സ്ട്രക്ചറിൽ തന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള ചെലവുകളും കോൺസുലേറ്റ് ആണ് വഹിച്ചത്. ഇത്ര വലിയ തുക ഇളവ് ചെയ്ത ദുബായ് ഹെൽത്ത് അതോറിറ്റിക്ക് കോൺസുലേറ്റ് നന്ദിയും രേഖപ്പെടുത്തി. സലാഹുദ്ദീന്റെ സഹോദരൻ ഷാഹുലും സംഘത്തോടൊപ്പം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ദൈറ സിറ്റി സെന്ററിന് സമീപം കഫറ്റീരിയയിൽ ടീ മേക്കറായിരുന്ന സലാഹുദ്ദീൻ പക്ഷാഘാതമുണ്ടായി ആശുപത്രിയിലായിരുന്നു. 24 വർഷമായി ഇവിടെ ഉണ്ടായിരുന്ന സലാഹുദ്ദീന് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതിരുന്നത് സ്ഥിതി വഷളാക്കിയിരുന്നു. 2018 ജൂണിലാണ് ആശുപത്രിയിലായത്. അന്നു മുതൽ ദുബായ് ഹോസ്പിറ്റലിൽ നല്ല പരിചരണം നൽകി സലാഹുദ്ദീനെ സംരക്ഷിക്കുകയായിരുന്നു. കോൺസുലേറ്റിന്റെ സജീവമായ ഇടപെടൽ മൂലമാണ് സലാഹുദ്ദീനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതെന്ന് നടപടികൾക്കായി പ്രവർത്തിച്ച സന്നദ്ധ പ്രവർത്തകർ പ്രവീൺ കുമാർ പറയുകയുണ്ടായി. നോർക്ക റൂട്ട്സും ഇടപെട്ടതായി അദ്ദേഹം വ്യക്തമാക്കി. ഇൻഷുറൻസ് ഇല്ലാത്തത് മൂലം പലരും ഇതുപോലെ ദുരിതത്തിലാകുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതേസമയം നാട്ടിലെത്തിച്ച സലാഹുദ്ദീന് തുടർ ചികിത്സ എങ്ങനെ നൽകുമെന്ന ആശങ്കയിലാണ് കുടുംബം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വീട്ടുകാർ. 3 പെൺമക്കളുള്ള സലാഹുദ്ദീന്റെ മക്കളുടെ വിവാഹം അടുത്ത സമയത്താണ് നടന്നത്. സാമ്പത്തിക പരാധീനത ഏറെയുണ്ടെന്ന് സലാഹുദ്ദീനൊപ്പം നാട്ടിലേക്ക് പോയ സഹോദരൻ ഷാഹുൽ ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി. ഷാർജയിൽ പർദ്ദ വിൽക്കുന്ന കടയിൽ സഹായിയാണ് ഷാഹുൽ. ടെസ്റ്റുകൾക്കും മരുന്നിനുമായി പണം ചെലവഴിക്കേണ്ടി വന്നെന്നും ഏറെ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ അവസ്ഥയിൽ എത്രത്തോളം ഫലപ്രദമായ തുടർ ചികിത്സ നൽകാൻ കഴിയുമെന്ന് ആശങ്കയുണ്ടെന്ന് ബന്ധുവായ ഷംസുദ്ദീനും പറഞ്ഞു. മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം. ദയവായി മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാതെ ആരും ഇങ്ങോട്ടേക്ക് വരരുതെന്ന് സന്നദ്ധ പ്രവർത്തകനായ പ്രവീൺ കുമാർ അഭ്യർത്ഥിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം മാത്രം 30ഓളം കേസുകളാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിലായി ജീവിതം തന്നെ താറുമാറായവരുണ്ടെന്ന് പ്രവീൺ ചൂണ്ടിക്കാട്ടുന്നു. എത്രയായാലും പക്ഷേ മലയാളികൾ പഠിക്കില്ലെന്ന് അദ്ദേഹം രോക്ഷത്തോടെയും സങ്കടത്തോടെയും പറയുകയുണ്ടായി. ജോലിക്കായി വരുന്നവർക്ക് പോലും ആദ്യ വർഷം മാത്രമാവും പലപ്പോഴും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുക. പിന്നീട് അത് പുതുക്കാറില്ല. ഇതേക്കുറിച്ച് കോൺസുലേറ്റ് അധികൃതർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും പലരും അവഗണിക്കുകയാണ് ഉണ്ടായത്. വെറും 1000 രൂപയിൽ താഴെ ചിലവഴിച്ചാൽ ഇൻഷുറൻസ് ലഭിക്കുമെന്നിരിക്കെ പലരും ശ്രദ്ധിക്കുന്നുമില്ല. വിസിറ്റിംഗ് വിസയിൽ വരുന്നവരും മെഡിക്കൽ ഇൻഷുറൻസ് ഉറപ്പാക്കണമെന്ന് പ്രവീൺ അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.